ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, വിവരങ്ങൾ. പത്മകുമാർ വീണ്ടും സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. അതായത് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് പത്മകുമാർ വിജിലൻസ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. നേരത്തെ കട്ടിടപ്പാളി കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് അടുത്ത നീക്കം. എന്തായാലും ഇരു കേസുകളിലും പ്രതിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പത്മകുമാർ. പത്മകുമാർ ജാമ്യാപേക്ഷയിലടക്കം പറയുന്നത് തനിക്ക് മാത്രമായി ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും താൻ കട്ടിടപ്പാളി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്, അതായത് റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ഒരറിയിപ്പും കൂടാതെ SIT സംഘം ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പത്മകുമാറിൻ്റെ വാദങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഈ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളൊന്നും തന്നെ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇതുവരെയും ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ച് നൽകിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ മറ്റ് പ്രതികളിലേക്ക് കൂടെ എത്തുവാനാണ് SITയുടെ ഒരു ശ്രമം. അതേസമയം തന്നെ ഈ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിനെയും ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എ പത്മകുമാറിന് ജാമ്യമില്ലാത്തത് CPMനെ സംബന്ധിച്ചും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഒരു ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ജാമ്യമില്ലാതെ ജയിലിൽ കഴിയുകയാണ്. അത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ളത് കണ്ടെത്തിയ SITയുടെ ഒരു ആ കണ്ടെത്തലുകളൊക്കെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരമൊരു തീരുമാനം കൂടെ എടുക്കുന്നത്.